ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്പലത്തിൽ നടന്ന ഒരു വിശേഷമാണ്. അമ്പലത്തിൽ നടന്ന വിശേഷമല്ല, ശരിക്കും എനിക്ക് സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ്. കാരണം ഒരു വർഷത്തിനിടയ്ക്കായിട്ട് ഏകദേശം 4 തവണ എൻ്റെ അമ്പലത്തിൽ മോഷണം നടന്നിട്ട് സത്യത്തിൽ ഇന്നലെ വിഷു ആയിരുന്നല്ലോ, ഇന്നലെ അതിൽ ഒരു കള്ളനെ പിടികൂടി. കാരണം അവിടെ ആദ്യത്തെ 2 പ്രാവശ്യം മോഷണം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ CCTV വെച്ചു. 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യം CCTVയിൽ വന്ന ആളുകൾ രണ്ടും 2 പേരാണ്. അപ്പോൾ ശരിക്കും ഈ 4 മോഷണങ്ങളും 4 പേരാവാം നടത്തിയത് ഒരുപക്ഷെ. പക്ഷെ ഇതിലൊക്കെ വളരെ രസകരമായ ഒരു കാര്യം, ഇത് പ്രതിയെ പിടിച്ചു. അപ്പോൾ വേറെ ഏതോ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ആളെ പിടിച്ചത്. അപ്പോൾ നമ്മുടെ അവിടുന്ന് കമ്മിറ്റിക്കാര്, അതായത് ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെല്ലാം കൂടെ നേരെ എവിടെയാ സ്റ്റേഷനിൽ ചെന്നു, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സത്യത്തില് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പോയില്ല, അവിടെ അറിയാൻ സാധിച്ചത് ഏകദേശം 80 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അതായത് അയാൾ 16-ാമത്തെ വയസ്സിൽ ഈ മോഷണം തുടങ്ങിയതാണ്. ഏകദേശം 149ഓളം കേസുകൾ അയാളുടെ പേരിൽ ശരിക്കും രജിസ്റ്റർ ചെയ്ത കേസുകൾ തന്നെ ഉണ്ട്. അയാളെ ഏതോ ഒരു പ്രായത്തില് ഒരു 120 പവൻ സ്വർണം കവർന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് പിടിക്കപ്പെടുന്നത്. അതിനുശേഷം നിരവധി മോഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി. അപ്പോൾ അങ്ങനെ വേറെ ഏതോ ഒരു മോഷണത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് സംശയം തോന്നി ആളെ പിടിച്ച് കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ അമ്പലത്തിൽ മോഷണം നടത്തിയത് ഈ പുള്ളിക്കാരനാണെന്ന്. 80 വയസ്സുണ്ട് ആ മനുഷ്യന്. അയാൾ എന്തിനാണ് മോഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാല്, പിന്നെ ശരിക്കും അന്നത്തെ ആഹാരം കഴിക്കാനും ഹോട്ടൽ ജീവിതത്തിനും ഹോട്ടലിൽ താമസിക്കാനും ഒക്കെ ആയിട്ടായിരിക്കാം. പക്ഷേ അതിലും വലിയൊരു രസകരമായ സംഗതി, ഈ മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ദേഹോപദ്രവം ഏക്കത്തില്ല. പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും, നേരെ ജയിലിലിടും. ജയിലിലിട്ടതിന് ശേഷം എന്ത് ചെയ്യും, ആള് പിന്നെ കോടതിയിലാക്കുന്ന സമയത്ത് ഇത്ര വർഷത്തേക്കെന്ന് പറഞ്ഞ് ശിക്ഷിക്കും. ആള് സുഖമായിട്ട് ജയിലിൽ പോയി കിടക്കും. സുഖതാമസം, ഭക്ഷണം, സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഫുൾ പ്രൊട്ടക്ഷനില്. അതായത് ഇപ്പം വെളിയിൽ വന്ന ഒരു പക്ഷേ വീടോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല, വല്ല കടത്തുന്നതിലും ആയിരിക്കും കിടക്കുന്നത്. ഇത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സുഖമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു കാര്യം, കൃത്യമായ ശിക്ഷാ നടപടികൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ 16 വയസ്സിൽ മോഷണം തുടങ്ങിയ വ്യക്തി ഈ 80-ാമത്തെ വയസ്സിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ. അത് വേറൊരു രസകരമായ സംഗതിയുണ്ട്. ഈ മനുഷ്യൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് വീണ്ടും ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അയാളെ കൊല്ലം സ്വദേശിയാണ്. അപ്പൊ കൊല്ലത്ത് അയാളെ ചെന്ന സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അയാളോട് പറഞ്ഞു, മേലാൽ ഇനി ഈ പ്രദേശത്തെങ്ങും കണ്ടുപോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ വാൺ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അയാൾ ശരിക്കും ഇവിടെ വന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് വന്നു, എവിടെയോ തിരുവല്ലം ഭാഗത്ത് എവിടെയോ ആരുടെയോ ഒരു കല്യാണത്തിനൊക്കെ പങ്കെടുത്തായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇയാൾ നമ്മുടെ അമ്പലത്തിൽ കയറി മോഷ്ടിക്കുന്നത്. കൃത്യമായിട്ട് CCTVയിലുണ്ട് ആ അമ്പലത്തിനകത്ത് ഇയാൾ ചാടിക്കയറുന്നതും അവിടെ വന്നിട്ട് ഈ വഞ്ചിയൊക്കെ കുത്തിപ്പൊളിക്കുന്നതും, എന്നിട്ട് ശ്രീകോവിലിന്റെ ആ ഭാഗത്ത് വന്നിട്ട് ശ്രീകോവില് തുറക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നതും, തെടപ്പള്ളിയുടെ ഭാഗത്ത് വന്നിട്ട് അത് തുറക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ CCTVയിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനുഷ്യന് പിന്നെ വേറൊരു കാര്യം കൂടെ, നമ്മുടെ ഭഗവതിയുടെ ശക്തി അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. തോട്ടത്ത് ശ്രീ രക്തയാമണ്ഡശ്രീ ദേവിയുടെ ആ ഒരു ശക്തി ആയിരിക്കാം ഇയാളെ ഇപ്പം പിടിക്കാൻ സഹായിച്ചത്. പക്ഷേ ദൈവം പിടിച്ചു കൊടുത്താലും സത്യത്തിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. കാരണം പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത്, ഇയാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ, ഒന്നുമില്ല, ഇയാളെ പിടിച്ചു, കോടതി ഹാജരാക്കും, കോടതി ശിക്ഷിക്കും, കുറെ കാലം ജയിലിൽ കിടക്കും, വീണ്ടും ഇറങ്ങി വരും. ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ കുറച്ച് മറ്റ് കള്ളന്മാരുമായിട്ടൊക്കെ സംഘം ചേർന്ന് അവര് ഒരു സംഘമായിട്ട് അങ്ങ് രൂപീകരിക്കപ്പെടാൻ ഉള്ള സാധ്യത പോലും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ചെറിയ മോഷണം വിട്ടിട്ട് വലിയ മോഷണങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കും. അതിനും ശേഷമാണ് ഇവർ പുറത്തിറങ്ങി വീണ്ടും ഈ കലാപരിപാടികൾ കാണിക്കുന്നത്. സത്യത്തിൽ ഇവർ ഈ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തുന്നത് തിരിച്ച് സുഖമായിട്ട് ജയിലിൽ കയറാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് പോലീസുകാർ തന്നെ പറഞ്ഞത്. അപ്പൊ അതിന്റെ അവസ്ഥ എന്നാലോചിച്ച് നോക്കി, എന്തില്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ, കഷ്ടം തന്നെ. അങ്ങനെ അയാളെ എന്തായാലും പിടിച്ചു. ഇതാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇതിനൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രഷർ നോക്കുന്ന മെഷീൻ. ഏകദേശം ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 1399 രൂപ വിലയ്ക്കാണ് ഓർഡർ ചെയ്തത്. ഇന്ന് അതിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതാണ് ആ മെഷീൻ. ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് തുറന്നു കാണിക്കാം. പിച്ചാത്തി ഇങ്ങെടുത്തടാ,
ഇനി വേറൊരു വിശേഷം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ അനന്തക്കുട്ടൻ വന്നിട്ടുണ്ട്, ദേവാനന്ദ്. അവന് ഞായറാഴ്ച വെക്കേഷനും കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. രാവിലെ അവനെ പോയി സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ അപ്പൊ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. സത്യത്തില് ഈ സാധനം ഒരു വീട്ടിലേക്ക് ഏറ്റവും അത്യാവശ്യമായ സംഗതിയാണ്. ഞാൻ അങ്ങനെ കള്ളനെ പിടിച്ച കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സത്യത്തില് ഇതും കൊണ്ട് ആള് വന്നത്, ഇതിന്റെ ഓർഡറിന്. ഇതാണ് ആ സാധനം, കണ്ടില്ലേ? ഇതിന്റെ പേര് ഡോക്ടർ ട്രസ്റ്റ് എന്നാണ്. അതായത് അമേരിക്കൻ നിർമ്മിതമായ ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ന്യൂറേക്ക ലിമിറ്റഡ് ഐചെക്ക് പ്രോ ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ. ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്തോ സംഭവം എന്നൊന്നും അറിയാമല്ലോ. ഇത് സത്യത്തില് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് നേമത്തെ അച്ഛനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ പ്രഷർ നോക്കാൻ വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തായിരുന്നു. നമ്മളിത് ആമസോണിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും അന്ന് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു 3 ദിവസം ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇനി മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിലോ ഒന്നും ചെയ്യണ്ട, ഇവിടെ തന്നെ ടെസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, ഒരു മിഷ്യന് ഇങ്ങനെ 2 പാക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇതിനകത്തൊന്ന് നോക്കാം. പിന്നെ ഇവരുടെ QR കോഡ് സ്കാൻ ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. ഹൗ ടു ഗെറ്റ് എ വാറണ്ടി എക്സ്റ്റൻഷൻ, അതായത് ആക്ടിവേറ്റ് വിത്തിൻ 15 days. ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഈ 2 പേപ്പറും സെയിമാണ്. കണ്ടില്ലേ, ഈ 2 പേപ്പറും സെയിം കണ്ട. അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വേറൊന്നുമല്ല, അവയിൽ ഫ്രീ 1 year വാറണ്ടി ഫോർ ഫ്ലിപ്കാർട്ട് കസ്റ്റമേഴ്സ്. ഫ്ലിപ്കാർട്ട് കസ്റ്റമേഴ്സിനാണ്. ഹൗ ടു ഗെറ്റ് എ വാറണ്ടി എക്സ്റ്റൻഷൻ ആക്ടിവേറ്റ് വിത്തിൻ 15 days എന്ന് എഴുതിയിട്ടുണ്ട്. ഗോ ടു വെബ്സൈറ്റ് www.nureka.in. സിംപ്ലി എൻ്റർ യുവർ ഓർഡർ ഡീറ്റെയിൽസ് ആൻഡ് പ്രസ് ഇറ്റ്. എന്നിട്ട് ഒരു QR കോഡ് ഒക്കെ സ്കാൻ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ പേപ്പറാണ് ഫസ്റ്റ് ഉള്ളത്. പിന്നെ ഒരു സാധനം ഉള്ളത്, ഇതിന്റെ ബ്ലഡ് പ്രഷർ ഇതിന്റെ മാനുവൽ. അതെ, അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ, ഞാനങ്ങ് മറന്നുപോയി. അതിന്റെ ഒരു മാനുവൽ, എങ്ങനെയാണ് ഈ ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്, ഏത് രീതിയിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് കാണിച്ചിരിക്കുന്ന ഒരു മാനുവലാണ്. ഇതും വളരെ സിമ്പിളാണ് കേട്ടോ സംഭവം. അങ്ങനെ ഒരു മാനുവൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ. ബാറ്ററി ഉണ്ട് കേട്ടോ. ആണ്ടേ 4 ബാറ്ററി. ഏതിൻ്റെയാണ്? പാനസോണിക്കിന്റെ 4 ബാറ്ററി. ഇതിന് 4 ബാറ്ററിയാണ് വേണ്ടിയത്. പിന്നെ ബില്ല് കണ്ടില്ലേ, 1399 രൂപ എന്നുള്ള ബില്ല്. ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതൊന്ന് അഴിച്ച് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് നമ്മുടെ പാർട്ട്, നമ്മുടെ മിഷൻ. കണ്ടില്ലേ, ഇതാണ് മിഷൻ. ഇതിന്റെ ഈ സൈഡില് ബാറ്ററി ഇടുക. 4 ബാറ്ററി. അതൊന്ന് പൊട്ടിച്ചിടാം. 1 2 3. അപ്പോ 4 ബാറ്ററികൾ ഇവിടെ ഇങ്ങനെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇടുന്ന ഈ 4 എണ്ണവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫിറ്റ് ചെയ്യുക. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നേമത്ത് ഉപയോഗിച്ച് സക്സസ് ആയതുകൊണ്ടാണ്, അതായത് വൈഫിന്റെ അച്ഛനെ ഉപയോഗിച്ച് സക്സസ് ആയതുകൊണ്ടാണ് നമ്മളും ഇത് ഓർഡർ ചെയ്തത്. ഇത്രയുള്ള സംഭവം, സിമ്പിൾ. ഇനി അടുത്തത് ഈ സാധനമാണ്. ഇത് പൊട്ടിക്കുന്ന സമയത്ത്
ആഹാ, നമ്മൾ ആശുപത്രിയിലെ ഡോക്ടർമാരൊക്കെ കൊണ്ടു നടക്കുന്ന സാധനം തന്നെ കേട്ടോ. കണ്ടടേ കണ്ടൊരു വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, ഈ ട്യൂബ് കാറ്റുകൊണ്ടെല്ലാം പറക്കുന്നു. ഈ ട്യൂബ് ഈ ഹോളില് ഇങ്ങനെ കയറ്റിയിടുക. ബസ് അതിനുശേഷം ഇതിങ്ങനെ മാറ്റിയിട്ട് ഇതിങ്ങനെ കയ്യിലോട്ട് കയറ്റിയിടുക. എന്നിട്ട് ഇത് റിവേഴ്സ് ആയിട്ട് കുറച്ച് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് മുറുക്കുക. അതിനുശേഷം ഇതിനകത്ത് 3 ബട്ടണാണ്. L ഓൺ ഓർ ഓഫ്, M. അപ്പൊ ഇനി മാനുവൽ നോക്കണമല്ലോ, ഈ ലോയും മീഡിയം. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് ഇതാണ് പ്രസ് ചെയ്യേണ്ടത്. ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മോണിറ്ററിൽ ഇത് തെളിയും. പതുക്കെ കയ്യിൽ ഇങ്ങനെ മുറുകി വരുന്നുണ്ട്. ഇത് പ്രഷർ നോക്കുന്ന കണ്ടില്ലേ, എൻ്റെ കയ്യിലെ ടൈറ്റ്നസ് അറിയാനുണ്ട്. കൈ ഇങ്ങനെ മുറുകി വരുന്നുണ്ട് കേട്ടോ. ഈ പ്രഷറിൽ ഇങ്ങനെ ഇട്ട് ഞെക്കത്തില്ലേ, പ്രഷർ നോക്കുന്ന ഇങ്ങനെ ഞെക്കുന്ന ആ ഒരു ഇതില്ല. അത് പ്രഷർ നോക്കിയിട്ട് അത് റിലീസ് ആവുകയും ചെയ്തു. എറർ എന്നാണ് കാണിച്ചത്, എന്താണെന്ന് അറിഞ്ഞൂടാ, ഞാൻ വെച്ചത് ശരിയായില്ല. സംതിങ് വെൻ റോങ്. ഇങ്ങനെ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്തത് ശരിയായില്ല. വളരെ സിമ്പിളാണ് കേട്ടോ. ഒരാൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയായിരിക്കും. ഇതിപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യാൻ പറ്റാത്തത്. ഓൺ ചെയ്തു, കണ്ടില്ലേ, ഇതിങ്ങനെ മേപ്പോട്ട് കയറി വരും. 29. ഇത് ഓട്ടോമാറ്റിക് ആണ് ഫുള്ളി. നമ്മൾ ഈ മറ്റേ ബലൂൺ പോലുള്ള സാധനത്തിൽ ഇങ്ങനെ പിടിച്ച് ഞെക്കുകയൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി. എന്റെ ബ്ലഡ് പ്രഷർ കണ്ടില്ലേ, 116/71. എനിക്ക് എന്തായാലും നോർമലാണ് പ്രഷർ എന്നാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. ശരിക്കും എത്ര, 130 എത്രയാണ്, ലോ എത്രയാണ്? 130 ലോയിൽ എത്രയാണ്? അതെല്ലാം ഈ മാനുവലിലുണ്ട്. എന്തായാലും ഇത്രയും പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. സംഭവം വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന എന്താണ്, ഡോക്ടർ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇത് ശരിക്കും ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്ന സാധനമാണ്. വെളിയിൽ ഇത് കിട്ടുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഓൺലൈനായിട്ട് യൂസ് ചെയ്യാവുന്ന സാധനമാണ്. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന സാധനമാണ്. എന്തായാലും എനിക്ക് വളരെ ഉപകാരപ്രദമായി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ NS ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.